സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധാകർ മംഗളോദി എഴുതിയ നോവൽ ഞങ്ങൾ സുഖമായിരിക്കുന്നു തുടരുന്നു. ഹലോ സർ. പരിഭ്രമം ഒളിച്ച ചെട്ടിയാർ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം. ടി വി വെച്ചിരുന്ന ഹാളിൽ നിന്നും എങ്ങനെയും ചോട്ടുവിനെ പുറത്താക്കിയായിരുന്നു ചെട്ടിയാരുടെ ലക്ഷ്യം. പക്ഷേ ചോട്ടു വിട്ടുകൊടുത്തില്ല. ടി വിയിൽ വാർത്തയാണല്ലോ, എന്തിനാ അത് ഓഫ് ചെയ്തത്? അത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശല്യം ഉണ്ടാവണ്ട എന്ന് കരുതി. എന്ത് ശല്യം? ചോട്ടു പൊട്ടിച്ചിരിച്ചു. വാർത്ത കേൾക്കുന്നത് എനിക്ക് എങ്ങനെ ശല്യമാകും? സത്യത്തിൽ ന്യൂസ് കേട്ട് കളയാം എന്ന് കരുതി തന്നെയാണ് ഞാനിങ്ങോട്ട് വന്നത്. ആഹാ, അത്രയേ ഉള്ളോ? ഒരു നിമിഷത്തെ അമ്പരപ്പിന് ശേഷം ചെട്ടിയാർ ഉഷാറായി. നമ്മുടെ ലോഡ്ജിൻ്റെ ഓഫീസ് മുറിയിൽ ടെലിവിഷനുണ്ട്, പുതിയ സെറ്റ്, ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉള്ളത്. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. ചെട്ടിയാരെ അങ്ങനെ ജയിപ്പിക്കുന്നില്ലെന്ന് ചോട്ടുവും വിചാരിച്ചു. അവൻ മെല്ലെ ഹാളിൽ ടി വി വെച്ചിരിക്കുന്നിടത്തേക്ക് നീങ്ങി. അതിൻ്റെ പട്ടു കവർ നീക്കി. തടയാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ചലിക്കാനാവാതെ നിൽക്കുകയായിരുന്നു ചെട്ടിയാരും കുടുംബാംഗങ്ങളും. ഇത് വിഷൻ്റേതാണല്ലോ. ചെറുചിരിയോടെ ചോട്ടു ചെട്ടിയാരെ നോക്കി. ചെട്ടിയാരുടെ മുഖം വല്ലാതെ വിളറിപ്പോയിരുന്നു. മൂത്ത മകൻ ശിവാനന്ദൻ ഒഴികെയുള്ള കുടുംബാംഗങ്ങൾ ധൃതിയിൽ അകത്തെ മുറിയിലേക്ക് വലിഞ്ഞു. അതെ, പഴയ മോഡലാ. പറയുമ്പോൾ ചെട്ടിയാരുടെ സ്വരം പതറി. ഇതിൻ്റെ കമ്പനി പാക്കറ്റ് ഇവിടെയുണ്ടോ? എങ്ങനെ ഉണ്ടാവാനാ? ഇത് വാങ്ങിയിട്ടിപ്പോൾ വർഷങ്ങൾ എത്രയായെന്ന് അറിയോ? നന്നേ ഭയന്നിരുന്നുവെങ്കിലും ചെട്ടിയാർ അത് ഭാവിക്കാൻ തയ്യാറല്ലായിരുന്നു. ഇത്തരം ഒരെണ്ണത്തിൻ്റെ പാക്കറ്റിലായിരുന്നു ശ്യാംസുന്ദറിൻ്റെ മൃതദേഹം പാക്ക് ചെയ്തിരുന്നത്. തമാശ മട്ടിലാണ് ചോട്ടു പറഞ്ഞത്. ചെട്ടിയാർ ശബ്ദിച്ചില്ല. ശ്യാംസുന്ദർ ഇവിടെ വെച്ചാണ് കൊലപ്പെട്ടതെങ്കിൽ നിങ്ങളുടെ ടി വി പാക്കറ്റിലാണ് പാക്ക് ചെയ്തതെന്ന് സംശയിക്കാമായിരുന്നു. പക്ഷേ അയാൾ കൊല്ലപ്പെട്ടത് ഇവിടെ വെച്ചല്ലല്ലോ. ശിവാനന്ദൻ ഒന്ന് തർക്കിച്ചു നോക്കി. പിന്നെ എവിടെ വെച്ചാണ്? ചോട്ടു അർത്ഥഗർഭമായി ശിവാനന്ദനെ നോക്കി. അതിപ്പോൾ എങ്ങനെ ഞങ്ങളറിയും? സാർ തന്നെ ഇവിടെ താമസിക്കുന്നു. നാളെ എവിടെയെങ്കിലും സാറിൻ്റെ മൃതദേഹം കാണപ്പെട്ടാൽ സാറിനെ ആരാണ് കൊന്നതെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? ചോട്ടു വീണ്ടും ചിരിച്ചുപോയി. നാളെ എവിടെയെങ്കിലും എൻ്റെ മൃതദേഹം കാണപ്പെട്ടാൽ സംശയിക്കണ്ട, അത് ചെയ്തത് നിങ്ങൾ തന്നെയായിരിക്കും. ചോട്ടു തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു. ലോഡ്ജിലെ മുറിയിലെത്തി 5 മിനിറ്റ് കഴിഞ്ഞതേയുള്ളൂ. വാതിലിൽ മൃദുവായി തട്ടുന്ന ശബ്ദം. ചോട്ടു ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ ചെട്ടിയാർ, തൊട്ടുപുറയിൽ ശിവാനന്ദനടക്കം 3-4 പേരും. സാർ രഹസ്യ പോലീസ് തന്നെയാണോ? ചെട്ടിയാർ ചോദിച്ചു. ചോട്ടു ചിരിച്ചു. ഞാൻ മനസാ വാച കർമ്മണ അറിയാത്ത കാര്യത്തിന് എന്നെ കുരുക്കിലാക്കണമെന്ന് നിർബന്ധമാണോ? നിങ്ങൾ മനസാ വാച കർമ്മണ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ കുരുക്കിലാവുന്ന പ്രശ്നമേ ഇല്ലല്ലോ. പോലീസുകാരെ എനിക്കറിയാം. നിങ്ങൾ പോലീസുകാർക്ക് ഒരു ലക്ഷ്യമേയുള്ളൂ, ആരുടെയെങ്കിലും തലയിൽ കുറ്റം കെട്ടിവെച്ച് ജോലി തീർക്കണം. അങ്ങനെ ആരുടെയെങ്കിലും തലയിൽ കുറ്റം വെച്ച് കെട്ടാൻ പറ്റുമോ? ആവശ്യമായ തെളിവുകളില്ലാതെ? തെളിവുണ്ടല്ലോ. എൻ്റെ വീട്ടിലിരിക്കുന്ന ടി വി വിഷൻ കമ്പനിക്കാരുടേതല്ലേ? അതിൻ്റെ പാക്കറ്റാണെങ്കിൽ എൻ്റെ കൈവശം ഇല്ലതാനും. അതിന് നിങ്ങൾ എന്തിനു പരിഭ്രമിക്കണം? വിഷൻ കമ്പനിയുടേതായി ലക്ഷക്കണക്കിന് ടി വി സെറ്റുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഉപഭോക്താക്കളിൽ ഏറെ പേരും അതിൻ്റെ കമ്പനി പാക്കറ്റുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കേണ്ട. ചെട്ടിയാർ മുറിക്കുള്ളിൽ കടന്നു കഴിഞ്ഞു. എന്നെപ്പറ്റി സംശയമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്ന് താവളം അടിച്ചിരിക്കുന്നത്. എനിക്ക് നന്നായി അറിയാം. ആ ടി വി സെറ്റ് കാണുന്നതിനായാണ് നിങ്ങൾ അല്പം മുമ്പ് ഞങ്ങളുടെ വീട്ടിലേക്ക് ധൃതിയിൽ കടന്നു വന്നതും. എന്ത് മറുപടി പറയണമെന്നറിയാതെ ചോട്ടു ഒരു നിമിഷം നിശ്ചലം നിന്നു. ചെട്ടിയാർ തുടർന്നു. നിങ്ങൾ ബുദ്ധിമാനാ. രഹസ്യ പോലീസ് അല്ലേ? സാധാ പോലീസുകാർക്ക് ഞങ്ങളെപ്പറ്റി സംശയമേ തോന്നിയില്ല. അപ്പോൾ നിങ്ങൾ തന്നെയാണ് അത് ചെയ്തതെന്നാണോ പറയുന്നത്? ചോട്ടു ചോദിച്ചു. ഞങ്ങൾ തന്നെയാണത് ചെയ്തതെന്നല്ലേ സാറിൻ്റെ വിശ്വാസം? ശിവാനന്ദനാണ് ചോദിച്ചത്. അയാളും മുറിക്കുള്ളിൽ കടന്നു. നിങ്ങൾ തന്നെയാണ് അത് ചെയ്തതെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാൽ പിന്നെ വിശ്വസിക്കുകയല്ലേ തരമുള്ളൂ. ഞങ്ങളല്ല അത് ചെയ്തതെന്ന് പറഞ്ഞാലും സാർ സമ്മതിച്ചു തരില്ല. ഞങ്ങൾക്കറിയാം. അതെന്താ അങ്ങനെ? തെളിവുകൾ ഞങ്ങൾക്കെതിരാ, അത് സാറിനും അറിയാം. എന്ത് തെളിവുകൾ? ചോട്ടുവിൻ്റെ ജിജ്ഞാസ വർദ്ധിച്ചു. വെറുതെ പൊട്ടം കളിക്കണ്ട. ശിവാനന്ദൻ്റെ സ്വരം കനത്തു. ശ്യാംസുന്ദറിൻ്റെ മൃതദേഹം പാക്ക് ചെയ്തിരുന്ന പാക്കറ്റ് ഞങ്ങളുടെ ടി വിയുടേതാണെന്ന് സാറിന് നന്നായി അറിയാമല്ലോ. സംശയിച്ച കാര്യമാണെങ്കിലും ശിവാനന്ദൻ്റെ വാചകം ചോട്ടുവിൽ വലിയ നടുക്കമുണ്ടാക്കി. രഹസ്യ പോലീസിനെ രഹസ്യമായങ്ങ് കാച്ചി മറ്റൊരു ടി വി പാക്കറ്റിൽ പാക്ക് ചെയ്താൽ എല്ലാ രഹസ്യങ്ങളും അതോടെ തീരുമെന്ന് ഞങ്ങൾക്കറിയാം, ചെട്ടിയാർ പറഞ്ഞു. പുറത്തു നിന്നിരുന്ന മറ്റുള്ളവരും മുറിക്കുള്ളിലെത്തി. അല്ലെങ്കിലും രഹസ്യ പോലീസുകാരുടെ വിധി ഇതൊക്കെ തന്നെയാ. എല്ലാ കൈകളിലും ആയുധങ്ങൾ പ്രത്യക്ഷമായി. വാതിലടയ്ക്കടാ, ചെട്ടിയാർ മകനോട് ആജ്ഞാപിച്ചു.
ശിവാനന്ദൻ മുറിയുടെ വാതിൽ വലിച്ചടച്ച് ഓടാമ്പലിട്ടു. ജനലുകൾ അടച്ച് കൊളുത്തുകൾ വിട്ടു. താൻ അപകടത്തിലായിരിക്കുന്നുവെന്ന് ചോട്ടുവിന് ബോധ്യമായി. രഹസ്യ പോലീസാണെന്നാണ് ചെട്ടിയാരുടെയും സംഘത്തിൻ്റെയും വിശ്വാസം. താൻ തന്നെ നൽകിയ തെറ്റിദ്ധാരണയാണ്. പക്ഷേ അതിപ്പോൾ തന്നെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നു. എങ്ങനെ ഇനി രക്ഷപ്പെടും? ചെട്ടിയാരും മകനും കൂടെയുള്ളവരും അധികമൊന്നും ആലോചിക്കാൻ കഴിയാത്ത തനി മൃഗങ്ങളാണ്. ചാടിക്കയറി എന്തും പ്രവർത്തിച്ചു കളയും. ശ്യാംസുന്ദറിൻ്റെ കാര്യത്തിലും അതുതന്നെയാവാം സംഭവിച്ചത്. അപ്പോഴാണ് പുറത്തൊരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. ചെട്ടിയാരും അത് കേട്ടു. മറ്റുള്ളവരെ ഒന്ന് നോക്കി. പിന്നെ സാരമില്ല എന്ന് കണ്ണടച്ചു കാട്ടി. പക്ഷേ ചോട്ടുവിനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അത് റൊസാരിയോ സായിപ്പെങ്ങാനാണോ? തനിക്ക് ആയുസുണ്ടെങ്കിൽ അത് സായിപ്പായിരിക്കും. ചോട്ടു സമാധാനിച്ചു. ഏതായാലും നീ ഒടുങ്ങാൻ പോവുക, ചെട്ടിയാർ പറഞ്ഞു. അതുകൊണ്ട് തുറന്നു സമ്മതിക്കുക. ശ്യാംസുന്ദറിൻ്റെ ശവം പാക്ക് ചെയ്തത് എൻ്റെ ടിവിയുടെ പാക്കറ്റ് തന്നെയാണ്. ആ ബ്ലേഡ് കമ്പനിക്കാരൻ കാറുമായി ഇവിടെ വന്ന് കിടന്നപ്പോൾ അയാളുടെ കാറിൻ്റെ ഡിക്കിയിൽ സാധനം നിക്ഷേപിച്ചത് ഞങ്ങളാണ്. പക്ഷേ അപ്പോഴേക്കും വാതിലിൽ ഒരു മുട്ട് വീണു. ചെട്ടിയാരും സംഘവും സ്തബ്ധരായി. ചോട്ടുവിന് കോരിത്തെരിപ്പ്. വാതിൽ തുറക്കും മോനെ, പുറത്തു നിന്ന് റൊസാരിയോ സായിപ്പിൻ്റെ ശബ്ദം. വാതിൽ തുടരെ മുട്ടും. ചെട്ടിയാരും സംഘവും തികഞ്ഞ ഗതികേടിലായി. ചോദ്യഭാവത്തിൽ അവർ പരസ്പരം നോക്കി. വാതിലിലുള്ള തട്ടും വിളിയും ഉച്ചത്തിലായി. ഒടുവിൽ വാതിൽ തുറക്കാൻ ചെട്ടിയാർ മകന് സംജ്ഞ നൽകി. ശിവാനന്ദൻ വാതിലിൻ്റെ ഓടാമ്പൽ നീക്കി. ചെട്ടിയാരെയും സംഘത്തെയും മുറിയിൽ കണ്ട് റൊസാരിയോയ്ക്ക് അമ്പരപ്പ്. ചെട്ടിയാരും കൂട്ടരും വരി വരിയായി പുറത്തേക്ക് നടന്നു. അവർ പോയി കഴിഞ്ഞതും റൊസാരിയോ അകത്ത് കടന്നു വാതിൽ ചാരി. എന്താ മോനെ കാര്യം? യുവമാരൊക്കെ ഇവിടെ. ഞാനിന്ന് ഈ റൂം വെക്കേറ്റ് ചെയ്യുകയാണ്. അതെന്താ, ഇവിടുത്തെ ജോലി തീർന്നോ? തീർന്നു. ശ്യാംസുന്ദറിൻ്റെ അന്ത്യത്തിൽ യുവമാർക്ക് എന്തെങ്കിലും ബന്ധം? ചോട്ടു പുഞ്ചിരിച്ചു. റൊസാരിയോയുടെ ആകാംക്ഷ അധികരിച്ചു. പറയൂ കുട്ടാ, യുവമാർ തന്നെയാ സംഗതി സാധിച്ചത്. വളരെ പതുക്കെയാണ് ചോട്ടു പറഞ്ഞത്. പിന്നെ അവരുമായുണ്ടായ സംഭാഷണം ഓഡിയോ കാസറ്റിൽ റെക്കോർഡ് ചെയ്തിരുന്നത് പ്ലേ ചെയ്ത് കേൾപ്പിച്ചു. റൊസാരിയോ പല്ല് ഞെരിച്ചു. പിശാചുക്കൾ എത്ര പേരെ കുഴപ്പത്തിലാക്കി, എത്ര ബന്ധങ്ങൾ തകർന്ന് തരിപ്പണമാക്കി. ആകട്ടെ, യുവമാരെ എന്തിനാ അത് ചെയ്തത്? അതുമാത്രമേ ഇനി കണ്ടുപിടിക്കേണ്ടതായുള്ളൂ. അരമണിക്കൂറിനുള്ളിൽ ചോട്ടു റൂം വെക്കേറ്റ് ചെയ്തു റൊസാരിയോടൊപ്പം ലോഡ്ജിൽ നിന്നും പുറത്തു കടന്നു. അന്ന് രാത്രിയിൽ തന്നെ ശ്യാംസുന്ദർ കൊലക്കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നേരിൽ കണ്ട് സകല വിവരവും ധരിപ്പിച്ചു. അടുത്ത വിചാരണ ദിവസം തന്നെ ചെട്ടിയാരെയും കുടുംബാംഗങ്ങളെയും കോടതിയിൽ എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അതിനിടയിൽ തന്നെ ചോട്ടു തൻ്റെ വക്കീലായ ഗോവിന്ദപിള്ളയെ കണ്ട് ഗിരിയെ എത്രയും പെട്ടെന്ന് ഈ കേസിൽ നിന്ന് ഊരിയെടുക്കാൻ വേണ്ടത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ ഗോവിന്ദപിള്ളയ്ക്ക് കടുത്ത ദേഷ്യമാണുണ്ടായത്. ചെട്ടിയാരും പാർട്ടിയും കോടതിയിൽ വന്ന് അവർക്ക് പറയാനുള്ളത് പറയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ഗിരിയെ രക്ഷിക്കണോ വേണ്ടയോ എന്ന്. ചോട്ടുവിനും ദേഷ്യം വന്നു. നിങ്ങൾ എൻ്റെ വക്കീലാണ്. ഞാൻ നിങ്ങൾക്ക് ഫീ തരുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. എന്നോട് ആർഗ്യൂ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കില്ല. ഫീ തരുന്നു, കാര്യം ശരിയാ. പക്ഷേ വെപ്പുകാരനോട് ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയാൽ മതി എന്ന് കൽപ്പിക്കും പോലെ വക്കീലിനെ പഠിപ്പിക്കാൻ വരരുത്. വിശേഷിച്ച് എന്നെ, ഗോവിന്ദപിള്ളയെ. വക്കീൽ തുടങ്ങിയെങ്കിലും ഒടുവിൽ വഴക്കിൽ തുടങ്ങിയെങ്കിലും ഒടുവിൽ ഗോവിന്ദപിള്ള ശാന്തനായി. ഒരാഴ്ചത്തേക്ക് ഞാൻ അവധിയായിരിക്കും. അതുകൊണ്ടാ പറഞ്ഞതെന്ന് വെച്ചോ. എൻ്റെ മോളുടെ കല്യാണ നിശ്ചയമാ. അത് കഴിഞ്ഞ് ഞാനിനി കോടതിയിൽ വരൂ. ചോട്ടു പിന്നെ തർക്കിച്ചില്ല. ഗോവിന്ദപിള്ളയുടെ ഒരേ ഒരു മകളുടെ കല്യാണമാണ് നിശ്ചയിക്കാൻ പോകുന്നത്. പല ആലോചനകൾ മുടങ്ങിയ ശേഷം ഒടുവിലാണ് ഒരെണ്ണം തീരുമാനമായത്. പിള്ളയുടെ തിരക്ക് ചോട്ടുവിന് മനസ്സിലായി. അടുത്ത വിചാരണ ദിവസം പോലീസ് ചെട്ടിയാരെ കോടതിയിൽ എത്തിച്ചു. ഒട്ടും പതർച്ച കൂടാതെ ചെട്ടിയാർ ന്യായാസനത്തിന് മുന്നിലെത്തി. ശ്യാംസുന്ദറിൻ്റെ ശവം ടി വി പാക്കറ്റിൽ പാക്ക് ചെയ്ത് ഗിരിധറിൻ്റെ കാറിൻ്റെ ഡിക്കിയിൽ വെച്ചത് ഞങ്ങൾ തന്നെയാണ്. ആ ശവം എങ്ങനെയും ഹോട്ടൽ മുറിയിൽ നിന്നും കളയുകയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. പക്ഷേ അവനെ കൊന്നത് ഞങ്ങളല്ല, സത്യമായും ഞങ്ങളല്ല. ന്യായാധിപൻ്റെ നേർക്ക് ചെട്ടിയാർ ദയനീയമായി കൈകൾ കൂപ്പി. ആരാണ് അത് ചെയ്തതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയുകയുമില്ല. ശ്യാംസുന്ദർ കൊല്ലപ്പെട്ട വിവരം നിങ്ങൾ അറിഞ്ഞത് എങ്ങനെയാണ്? വക്കീൽ ചോദിച്ചു. എൻ്റെ മകൻ വന്നു പറഞ്ഞപ്പോൾ. അയാൾ എങ്ങനെ അറിഞ്ഞു? ശ്യാംസുന്ദറെ തിരക്കി ആരൊക്കെയോ വരികയോ ഫോൺ ചെയ്യുകയോ ചെയ്തപ്പോൾ വിവരം കൊടുക്കാനായി അവൻ ചെന്നതാണ്. അപ്പോൾ ആ മുറിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ശ്യാംസുന്ദറിൻ്റെ ചോര വാർന്ന മൃതദേഹം മാത്രം. വിചാരണ നടത്തിക്കൊണ്ടിരുന്ന വക്കീൽ ഒരു നിമിഷം നിശബ്ദം നിന്നു. പിന്നെ ജഡ്ജിയെ നോക്കി. പ്രൊസീഡ്. ന്യായപീഠത്തിൽ നിന്നും നിർദ്ദേശമുണ്ടായി. വക്കീൽ വീണ്ടും ചെട്ടിയാരുടെ നേർക്ക് തിരിഞ്ഞു. കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ശ്യാംസുന്ദറിൻ്റെ മുറിയിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നതായി അറിയാമോ?
ശ്യാംസുന്ദറിൻ്റെ മൃതദേഹം ഞങ്ങൾ കണ്ടെത്തുന്നതിന് തൊട്ടു മുമ്പാണ് റൊസാരിയോ സാഹിബ് അവിടെ വന്നിരുന്നത് അത്രേ. പക്ഷേ അദ്ദേഹം മുറിയിൽ കടന്നിരുന്നില്ല എന്നാണ് അറിഞ്ഞത്. റൊസാരിയോ സാഹിബ് അവിടെ വരുമ്പോൾ മുറിയിൽ സുന്ദരിയായ ഒരു യുവതി ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞത് സത്യമോ? സത്യമാവാൻ വഴിയുണ്ട്. ശ്യാംസുന്ദറെ കാണാൻ പല പെൺകുട്ടികളും മുറിയിൽ വരാറുണ്ട്. ശ്യാംസുന്ദർ കൊല്ലപ്പെട്ട ദിവസം അയാളുടെ മുറിയിൽ വന്നിരുന്ന പെൺകുട്ടി ആരായിരുന്നു? ഞാനായിരുന്നില്ല അന്ന് കൗണ്ടറിൽ. പിന്നെ അന്നത്തെ കാര്യങ്ങളെല്ലാം എൻ്റെ മകൻ ശിവാനന്ദനും ലോഡ്ജിലെ ജോലിക്കാർക്കുമേ വ്യക്തമായും അറിയൂ. അഡ്വക്കേറ്റ് വീണ്ടും ന്യായാസനത്തിന് നേർക്ക് തിരിഞ്ഞു. തുടർന്ന് വിസ്തരിച്ചത് ചെട്ടിയാരുടെ മകൻ ശിവാനന്ദനെയായിരുന്നു. കൊല്ലപ്പെട്ട ശ്യാംസുന്ദറെക്കുറിച്ച് ഇതിനകം പലതരം കഥകൾ കോടതിയിലെത്തി. ശ്യാംസുന്ദർ താമസിച്ചിരുന്ന ലോഡ്ജിൻ്റെ മാനേജരും ഉടമസ്ഥനും എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഇതേക്കുറിച്ച് എന്തു പറയാനുണ്ട്? അല്പനേരം ആലോചനയിലായണ്ട് നിന്ന ശേഷമായിരുന്നു ശിവാനന്ദൻ മറുപടി പറഞ്ഞത്. ശ്യാംസുന്ദറെക്കുറിച്ച് എനിക്ക് നല്ലതായി ഒന്നും പറയാനില്ല. സ്ത്രീ വിഷയത്തിൽ ശ്യാംസുന്ദർ വൃത്തികെട്ടവനായിരുന്നു. അത്തരം ഒരുവനെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അവിടെ താമസിപ്പിച്ചത്? ഈ നഗരത്തിലെ 3-ാം കിടയിലോ 4-ാം കിടയിലോ പെട്ട ഒരു ലോഡ്ജാണ് ഞങ്ങളുടേത്. അപൂർവം ചില മാസവാടകക്കാർ മാത്രമാണ് ഞങ്ങളുടെ ലോഡ്ജിലെ താമസക്കാർ. അവരിൽ പലരും അത്ര നല്ല കഥകളുള്ളവരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അല്പം ചീത്തപ്പേര് ഞങ്ങളുടെ ലോഡ്ജിന് വീണിരുന്നു. അക്കാരണത്താൽ മാന്യന്മാർ അവിടെ വന്ന് താമസിക്കാൻ മടിക്കുകയും ചെയ്തു. ആ സ്ഥിതിക്ക് കിട്ടുന്നവരെ സ്വീകരിക്കുകയല്ലേ ഞങ്ങൾക്ക് തരമുള്ളൂ. ശ്യാംസുന്ദരെ കാണാൻ അവിടെ സ്ത്രീകൾ വരുമായിരുന്നു. പലപ്പോഴും അയാൾ കൂട്ടിക്കൊണ്ട് വരികയായിരിക്കും. വേശികളാണോ അവർ? എല്ലാ തരക്കാരും കാണും. എനിക്കറിയില്ല. ശ്യാംസുന്ദർ കൊല്ലപ്പെട്ട രാത്രിയിൽ അയാളുടെ മുറിയിൽ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്ന് മടിച്ച ശേഷമാണ് ശിവാനന്ദൻ സമ്മതിച്ചത്. ഉവ്വ്. ആരായിരുന്നു അത്? മുമ്പ് ചിലപ്പോഴെല്ലാം അയാളുടെ മുറിയിൽ വന്നിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയാണ്. അവളുടെ പേര് അറിയില്ല. ഇനിയും അവളെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമോ? കഴിഞ്ഞേക്കും. പക്ഷേ ശ്യാംസുന്ദറിൻ്റെ കൊലപാതകത്തിന് ശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല. ശ്യാംസുന്ദറിൻ്റെ മൃതദേഹം ലോഡ്ജ് മുറിയിൽ കാണപ്പെട്ടപ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. അവളുടേതായി എന്തെങ്കിലും സാധനങ്ങൾ? ഇല്ല. നിങ്ങൾ കാണുമ്പോൾ ശ്യാംസുന്ദർ മരിച്ചിരുന്നോ? ഉവ്വ്. ആ മൃതദേഹത്തിൻ്റെ അപ്പോഴത്തെ അവസ്ഥ എന്തായിരുന്നു? ശിവാനന്ദൻ വീണ്ടും ഒരിടവേള എടുത്തു. എന്നിട്ട് പറഞ്ഞു, കഴുത്തിൽ മദ്യക്കുപ്പി കുത്തി ഇറക്കിയ നിലയിൽ ചോര വാർന്ന് നിങ്ങളുടെ ലോഡ്ജിലെ മുറിയിൽ വെച്ചാണ് അത് നടന്നതെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദമോ കരച്ചിലോ കേൾക്കേണ്ടതായിരുന്നു. എന്നാൽ ശ്യാംസുന്ദറിൻ്റെ മുറിയിൽ അപ്പോൾ ടേപ്പ് റെക്കോർഡർ പാടിക്കൊണ്ടിരുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തോന്നാൻ കാരണം ഓട്ടോമാറ്റിക് സ്റ്റോപ്പുള്ള റെക്കോർഡർ ആയിരുന്നില്ല അത്. അതുകൊണ്ട് കാസറ്റ് ചുറ്റി തീർന്നിട്ടും അത് കരകര ശബ്ദത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ശ്യാംസുന്ദരെ കൊല ചെയ്തത് അയാളോടൊപ്പം മുറിയിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നുവെന്നാണോ നിങ്ങൾ കരുതുന്നത്? എനിക്ക് അതേക്കുറിച്ച് ഒരു കരുതലുമില്ല. ഇനി മറ്റൊന്ന്, ശ്യാംസുന്ദർ കൊല്ലപ്പെട്ടുവെന്ന ഒറ്റ കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല. പക്ഷേ ആ ജഡം പരിശോധിച്ചപ്പോൾ എനിക്ക് തീർച്ചയായി. വിവരം ഞാൻ എൻ്റെ അപ്പനെയും ഞങ്ങളുടെ ജോലിക്കാരെയും അറിയിച്ചു. ഞങ്ങളെല്ലാവരും ചേർന്ന് ആലോചിച്ചു. മരിച്ചുവെന്ന് തീർച്ചയായ സ്ഥിതിക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പോലീസിൽ അറിയിച്ചാൽ കുറ്റവാളി ആരെന്നറിയാത്തതിനാൽ കേസ് ഞങ്ങൾക്കെതിരെ തിരിഞ്ഞാലോ എന്നായി ഭയം. അങ്ങനെയാണ് ശവം എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. മൃതദേഹം ചാക്കിൽ കെട്ടി എവിടെയെങ്കിലും കൊണ്ടുവന്ന് വലിച്ചെറിയുന്നത് പഴയ രീതിയാണ്. എൻ്റെ മനസ്സിൽ ഒരു പുതിയ ആശയമാണ് ഉണ്ടായത്. മൃതദേഹം TV പാക്കറ്റിൽ അടക്കം ചെയ്ത് ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഉപേക്ഷിക്കാം. ഒറ്റ കാഴ്ചയിൽ ആർക്കും സംശയം തോന്നില്ല. കുറേ സമയത്തേക്കെങ്കിലും ആരുടെയും ശ്രദ്ധയിലും പെടില്ല. എന്നാൽ അപ്പോഴേക്കും ശ്യാംസുന്ദറെ തിരക്കി ഗിരിധർ എന്നയാൾ കാറിൽ ലോഡ്ജിലെത്തി. മാത്രമല്ല ശ്യാംസുന്ദറെ കാണാനായി കാറുമായി അയാൾ കാത്തു കിടക്കാനും തുടങ്ങി. സംഗതി കുഴയുമെന്ന് ഞങ്ങൾക്ക് തോന്നി. പക്ഷെ ദൈവം അപ്പോൾ ഞങ്ങളുടെ പക്ഷത്തായിരുന്നു. ഗിരിയുടെ കാറിൻ്റെ ഡിക്കി പാതി തുറന്ന് കിടക്കുകയായിരുന്നത് കണ്ടപ്പോൾ വീണ്ടും ആശയം. ഗിരിധർ അറിയാതെ ഞങ്ങൾ ആ TV പാക്കറ്റ് ഡിക്കിക്കുള്ളിലാക്കി. വീർപ്പടക്കി കേട്ടു നിൽക്കുകയായിരുന്നു ഗിരിയും ചോട്ടുവും നന്ദിതയും അമ്മുവും. പെട്ടെന്ന് ചോട്ടു ഓടിച്ചെന്ന് ഗിരിധരെ കെട്ടിപ്പിടിച്ചു. ചോട്ടുവിൻ്റെ ചുമലിൽ മുഖം ചേർത്ത് ഗിരി വിങ്ങി കരഞ്ഞു. ഫൊർഗെറ്റ് ഓൾ, എല്ലാം ശരിയായില്ലേ? പിന്നെന്താ? ഗിരിയുടെ കവിളിൽ തട്ടി ചോട്ടു ആശ്വസിപ്പിച്ചു. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചല്ലോ ചോട്ടു. എത്ര ഭയങ്കരമായി. ഗിരിക്ക് സങ്കടം ശമിക്കുന്നില്ല. നീ മാത്രമല്ലല്ലോ തെറ്റിദ്ധരിച്ചത്, ഞാനും തെറ്റിദ്ധരിച്ചില്ലേ? നീ തന്നെയാണത് ചെയ്തതെന്നായിരുന്നില്ലേ എൻ്റെ വിചാരം? നമുക്ക് ഇനിയും പഴയ പോലെ ആകുവാൻ കഴിയുമോ ചോട്ടു? എന്തുകൊണ്ടില്ല?
തീർച്ചയായും നമുക്ക് കഴിയും. ഒരു അഗ്നിപരീക്ഷണത്തിൽ നമ്മൾ ജയിച്ച് നിരപരാധിത്വം തെളിയിച്ചിരിക്കുന്നു എന്ന് കരുതൂ. പക്ഷേ അന്ന് തെറ്റിദ്ധരിച്ച് പരസ്പരം കടിച്ചു കീറുന്നതിനിടയിൽ നമ്മളിൽ ഒരാൾ മറ്റൊരാളെ കൊന്നുപോയിരുന്നെങ്കിലോ? ചോട്ടുവിൽ ഞെട്ടലുണ്ടായി. ശരിയാണ്, അങ്ങനെയെങ്ങാനും സംഭവിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ വിജയം ആഘോഷിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ഈശ്വരാനുഗ്രഹം കൊണ്ട് അരുതാത്തതൊന്നും സംഭവിച്ചില്ലല്ലോ. ചോട്ടു, എൻ്റെ നന്ദിത എനിക്ക് മാപ്പ് തരുമോ? തീർച്ചയായും, അവൾ നിനക്ക് എപ്പോഴേ മാപ്പ് തന്നിരിക്കുന്നു. ചോട്ടു തിരിഞ്ഞ് നന്ദിതയെ നോക്കി പുഞ്ചിരിച്ചു. നന്ദിത വിമ്മി കരയുകയായിരുന്നു. അരികിൽ നിന്നിരുന്ന അമ്മുവിനെ കരയാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു വീർപ്പുമുട്ടലിലായിരുന്നു അവൾ. അപ്പോൾ ഗിരിധർ നിരപരാധിയാണ്, അതുപോലെ നിങ്ങളും. വക്കീൽ ശിവാനന്ദനെ നോക്കി. അതെ, ശിവാനന്ദൻ്റെ മുഖം കുനിഞ്ഞു. ആ കൊലപാതകം പോലീസിൽ നിന്നും ഒളിച്ചതും മൃതദേഹം പാക്ക് ചെയ്തതും നിരപരാധിയായ ഒരാളുടെ കാറിൻ്റെ ഡിക്കിയിൽ നിക്ഷേപിച്ചതും മാത്രമാണ് ഞങ്ങൾ ചെയ്ത തെറ്റുകൾ. പക്ഷേ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തും വരെ കോടതിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ല. ശിവാനന്ദനിൽ നടുക്കമുണ്ടായി. അവൻ്റെ സ്വരം ദീനമായി. ശ്യാംസുന്ദറിനെ കൊല്ലേണ്ടതായ യാതൊരാവശ്യവും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ശ്യാംസുന്ദർ കൊല്ലപ്പെട്ട രാത്രിയിൽ അയാളുടെ മുറിയിലുണ്ടായിരുന്ന പെൺകുട്ടിയെ കണ്ടെത്തിയാൽ ഞങ്ങളുടെ നിരപരാധിത്വം തെളിയില്ലേ? ശിവാനന്ദൻ തർക്കിച്ചു. ആ പെൺകുട്ടിയെ നിങ്ങൾക്കിനി കണ്ടെത്താൻ കഴിയുമോ? ടെമ്പിൾ റോഡിലാണെന്ന് തോന്നുന്നു അവളുടെ വീട്. ഒന്നിലധികം പ്രാവശ്യം അവളെ ഞാൻ ആ വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ടെമ്പിൾ റോഡ് എന്ന് കേട്ടതും ഗിരിയും ചോട്ടുവും നന്ദിതയ്ക്കും പകപ്പുണ്ടായി. അവർ പരസ്പരം നോക്കി. ടെമ്പിൾ റോഡിലാണ് ഗിരിയുടെയും അമ്മുവിൻ്റെയും വീട്. ആ പെൺകുട്ടിയെ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്കറിയാമോ? സുന്ദരിയാണ്, അതിസുന്ദരി. നീണ്ട മുടി, പാവാടയും ധാവണിയും ഇട്ടാണ് അവളെ ഞാൻ കണ്ടിട്ടുള്ളത്. ഗിരിയും ചോട്ടുവിനും നന്ദിതയ്ക്കും വീണ്ടും ഞെട്ടൽ. അവർ അമ്മുവിനെ നോക്കി. കഥ കേൾക്കുന്ന കൗതുകത്തോടെ അവൾ ശിവാനന്ദൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർക്കുകയാണ്, ശിവാനന്ദൻ പറഞ്ഞു. മിസ് എ എന്നാണ് ശ്യാംസുന്ദർ അവളെ വിളിച്ചിരുന്നത്. എ എന്ന ഇംഗ്ലീഷിൽ ആൽഫബറ്റിൽ തുടങ്ങുന്ന പേരായിരിക്കും അവളുടേത്. ഇക്കുറി അമ്മുവിനും നടുക്കമുണ്ടായി. ചോട്ടു അമ്മുവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ശ്യാംസുന്ദർ കൊല്ലപ്പെട്ട രാത്രിയിൽ ഗിരി വീട്ടിലുണ്ടായിരുന്നില്ല. അവനെ കാണാൻ അമ്മു എങ്ങാൻ ആ ലോഡ്ജിൽ പോയിരുന്നോ? അവളെപ്പറ്റി നുണ പറഞ്ഞതിന് വഴക്കിടാൻ? അതോ തങ്ങൾക്കാർക്കോ അറിയാത്തൊരു ബന്ധം അവൾക്ക് ശ്യാംസുന്ദറിനോടുണ്ടായിരുന്നോ? ജീവിതത്തിൽ ആദ്യമായിരുന്നു ചോട്ടുവിൻ്റെ നിയന്ത്രണം തെറ്റിയത്. അവൻ പാഞ്ഞ അമ്മുവിൻ്റെ അരികിലെത്തി. ടെമ്പിൾ റോഡിൽ വീട്, സുന്ദരി, നീണ്ട മുടി, പാവാടയും ധാവണിയും, എ എന്ന ഇംഗ്ലീഷ് ആൽഫബറ്റിൽ തുടങ്ങുന്ന പേര്. ആരാണവൾ? അയാൾ അമ്മുവിനോട് ചോദിച്ചു. ആരാണവൾ? പിന്നെ ഒരു ഭ്രാന്തൻ്റെ മട്ടിൽ വെട്ടിത്തിരിഞ്ഞ ശിവാനന്ദനെ നോക്കി. നിങ്ങൾ ശ്യാംസുന്ദറിൻ്റെ മുറിയിൽ കണ്ടത് ഇവളെ ആയിരുന്നോ, ഈ അമ്മുവിനെ? കോടതി നിശ്ചലമായ നിമിഷം. 4-5 നിമിഷങ്ങളുടെ അമ്പരപ്പിന് ശേഷം ശിവാനന്ദൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അല്ല, ഇതല്ല അവൾ. തീർച്ചയാണോ? ചോട്ടു ചോദിച്ചു. തീർച്ചയാണ്, ശിവാനന്ദൻ പറഞ്ഞു. ഒന്നിലധികം പ്രാവശ്യം ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുണ്ട്, പല വേഷത്തിൽ. 1-2 പ്രാവശ്യം ഒരു ചുവന്ന ബൈക്കിലാണത്രേ അവൾ ഞങ്ങളുടെ ലോഡ്ജിൽ വന്നത്. ഞാൻ കണ്ടിരുന്നില്ല, ലോഡ്ജിലെ ബോയ്സാണ് പറഞ്ഞത്. ചുവന്ന ബൈക്കിൽ? ചോട്ടുവും ഗിരിയും ഒരുമിച്ചാണ് ശബ്ദിച്ചത്. ഇരുവരും ഒരേ നിമിഷം പരസ്പരം നോക്കി. അമ്മുവിന് ബൈക്ക് ഓടിക്കാൻ അറിയില്ല. ഒരു ചുവന്ന ബൈക്ക് അവളുടെ കയ്യിൽ എത്താനും വഴിയില്ല. എന്നാൽ ചുവന്ന ബൈക്കിൽ സഞ്ചരിക്കുന്ന ഒരു പെൺകുട്ടിയെ ഇരുവർക്കും അറിയാം. ശാലീന സുന്ദരി തന്നെ, നല്ല കുടുംബത്തിൽ ജനിച്ചവൾ. ലോഡ്ജിലെ ടെമ്പിൾ റോഡിൽ തന്നെയാണ് വീടും. ലോഡ്ജിലെ ബോയ്സിനോട് ചോദിച്ചാൽ ആ ബൈക്കിൻ്റെ നമ്പർ അറിയാൻ കഴിയില്ലേ? ശിവാനന്ദനെ വിസ്തരിച്ചു കൊണ്ടിരുന്ന വക്കീലിൻ്റേതാണ് ചോദ്യം. ഇല്ല സാർ, ശിവാനന്ദൻ അറിയിച്ചു. ശ്യാംസുന്ദർ കൊല്ലപ്പെട്ട ശേഷം ആ വണ്ടിയുടെ നമ്പർ അറിയാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു, സാധിച്ചില്ല. ശ്യാംസുന്ദർ കൊല്ലപ്പെട്ട ശേഷം ആ വണ്ടി ഒരിടത്തും കണ്ടതുമില്ല, ആ പെൺകുട്ടിയെയും. നിങ്ങൾ പറയുന്നതെല്ലാം സത്യമാണല്ലോ? 100%. ആ പെൺകുട്ടി ഒരു സാങ്കല്പിക കഥാപാത്രമൊന്നും അല്ലല്ലോ? അല്ല സാർ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ ഈ നഗരത്തിൽ എവിടെയെങ്കിലും വെച്ച് അവളെ കാണുമെന്ന് തന്നെയാണ് വിശ്വാസം. അതുവരെ ഈ കേസ് നീട്ടിക്കൊണ്ടുപോകാൻ കോടതിക്ക് താല്പര്യമുണ്ടാവില്ലെന്ന് അറിയാമല്ലോ. ശിവാനന്ദൻ മറുപടി പറഞ്ഞില്ല. കേസ് ഒരിടത്തും എത്താതെയായിരുന്നു അന്നത്തെ വിചാരണ അവസാനിച്ചത്. ശിവാനന്ദനെ പൂർണ്ണമായി വിശ്വസിക്കാനോ അവിശ്വസിക്കാനോ കോടതിയോ പോലീസോ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് ശിവാനന്ദനെയും കൂട്ടാളികളെയും സശ്രദ്ധം പഠിക്കുന്നതിനിടയിൽ ചുവന്ന ബൈക്കിൽ സഞ്ചരിക്കുന്ന ആ പെൺകുട്ടിയെക്കുറിച്ചും അന്വേഷിച്ചിരുന്നു. ബൈക്ക് ഉപയോഗിക്കുന്ന ഒരു പെൺകുട്ടി ടെമ്പിൾ റോഡിലുണ്ട്. മാന്യ കുടുംബാംഗം, സുന്ദരി.
അവൾ ഉപയോഗിച്ചിരുന്നതും ഒരു ചുവന്ന ബൈക്കായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആഹ്ലാദിപ്പിച്ച മറ്റൊരു കാര്യം കൂടി അറിവായി. അടുത്ത കാലത്ത് ആ പെൺകുട്ടിയുടെ ബൈക്കിൻ്റെ നിറം മാറ്റിയിരിക്കുന്നു. അനിത, അതായിരുന്നു അവളുടെ പേര്. ശിവാനന്ദൻ കോടതിയിൽ പറഞ്ഞ മിസ് എ ഇവൾ തന്നെയാണോ? ഒരു IAS രാജകുമാരനുമായി ആ പെൺകുട്ടിയുടെ വിവാഹം നടക്കാൻ പോവുകയാണ്. സംശയത്തിൻ്റെ പേരിൽ വെറുതെ കയറി ചെന്ന് അന്വേഷിക്കാൻ പറ്റിയ സ്ഥലവുമല്ല. പ്രസിദ്ധ ക്രിമിനൽ വക്കീൽ ഗോവിന്ദപിള്ളയുടെ മകളാണ് കക്ഷി. ലോ പോയിൻറ്റ്സ് കൊണ്ട് ഇന്ദ്രജാലം കാണിക്കുന്ന അഭിഭാഷകനാണ് ഗോവിന്ദപിള്ള. ശ്യാം സുന്ദർ കൊലപാതകവുമായി അനിതയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിലും തന്ത്രപൂർവ്വം അവളെ അതിൽ നിന്ന് ഊരിയെടുക്കാൻ ഗോവിന്ദപിള്ളയ്ക്ക് കഴിയും. വിവാഹം തീരുമാനിക്കപ്പെട്ട മകളെക്കുറിച്ച് അപവാദം സൃഷ്ടിച്ചതിൻ്റെ പേരിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മാനനഷ്ട കേസിൽ കുരുക്കാനും അയാൾ മടിക്കില്ല. ശ്യാം സുന്ദർ കൊലപാതക കേസാണെങ്കിൽ ഗോവിന്ദപിള്ള അരച്ചു കലക്കി കുടിച്ചിരിക്കുകയാണ്. ചോട്ടുവിനു വേണ്ടി വാദിക്കുന്നതും ഗോവിന്ദപിള്ള വക്കീലാണ്. ശ്യാം സുന്ദർ കേസിലെ പുതിയ വഴിത്തിരിവായ പെൺകുട്ടി അനിത തന്നെയാണോ എന്നാണ് അറിയാൻ. അന്വേഷണം അങ്ങേയറ്റ രഹസ്യമായിട്ടായിരുന്നു. അധികം തിരയും മുമ്പേ അനിതയ്ക്ക് ശ്യാം സുന്ദറുമായി കണക്ഷൻ ഉണ്ടായിരുന്നുവെന്ന് പോലീസിന് ബോധ്യമായി. ഇനി അറിയേണ്ടത് ശ്യാം സുന്ദർ കൊല്ലപ്പെട്ട രാത്രിയിൽ ആ ലോഡ്ജ് മുറിയിൽ ഉണ്ടായിരുന്ന പെൺകുട്ടി അനിത തന്നെയാണോ എന്നതാണ്. കല്യാണാഭരണങ്ങൾ എടുക്കാൻ അനിതയും കുടുംബാംഗങ്ങളും നഗരത്തിലെ ഏറ്റവും പുതിയ ജ്വല്ലറിയിൽ എത്തിയപ്പോഴാണ് പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം ശിവാനന്ദനും ലോഡ്ജ് ജീവനക്കാരും ഐഡൻറ്റിറ്റി ടെസ്റ്റിനായി അടുത്തുകൂടിയത്. ഒരുത്തർക്ക് സംശയം തോന്നി. പാലക്കാമോതിരവും നാഗപടത്താരിയും അലുക്കുകൾ പിടിപ്പിച്ച ഒഡ്യാണവുമെല്ലാം പരിശോധിക്കുന്നതിനിടയിൽ തന്നെ കാണാനായി ചുറ്റും കൂടി നിന്നവരെ അനിത കണ്ടതേയില്ല. വിജയാഹ്ലാദത്തിലാണ് ശിവാനന്ദനും സംഘവും തിരിച്ചുപോയത്. അത് അവൾ തന്നെ, സംശയമില്ല. ശിവാനന്ദൻ പോലീസിനെ അറിയിച്ചു. വേഷവും ഭാവവും എല്ലാം മാറിയിട്ടുണ്ടാവാം. അല്പം കൂടി ചുവന്ന് തുടുത്തിട്ടുണ്ട്. ഭയങ്കരി. നിരപരാധികൾ ചങ്ങലയിലായതും ഒരു തുരുമ്പും കിട്ടാതെ കേസ് നീണ്ടുപോയതും ഒന്നും അവളെ ബാധിച്ചിട്ടേയില്ല. എല്ലാവർക്കും ഒരേ അഭിപ്രായമാണോ? പോലീസ് ഉദ്യോഗസ്ഥൻ ലോഡ്ജ് ബോയ്സിനോട് ചോദിച്ചു. അതെ, ഒരേ സ്വരത്തിലായിരുന്നു അവരുടെ മറുപടി. അങ്ങനെ വിവാഹം നടക്കേണ്ടതിൻ്റെ തലേനാൾ അനിതയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗോവിന്ദപിള്ള പൊട്ടിത്തെറിച്ചു. എന്തു കൊള്ളരുതായ്മയാണിത്! ഒരു സാധു പെൺകുട്ടിയുടെ ഭാവി തകർക്കാനാണോ നിങ്ങൾ ഒരുങ്ങുന്നത്? അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുക മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. അതാണെങ്കിൽ ഞങ്ങളുടെ ജോലിയുമാണ്. എത്രയും പെട്ടെന്ന് ആളെ കോടതിയിൽ ഹാജരാക്കുന്നതാണ്. അവിടെ നിങ്ങളുടെ സാമ്രാജ്യമാണല്ലോ. വേണ്ടത് ചെയ്യാം. നാളെ അവളുടെ വിവാഹം നടക്കാൻ പോവുകയാണ്. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. എനിക്ക് പ്രശ്നമാണ്. ഗോവിന്ദപിള്ള തർക്കിച്ചു. കാരണം ബോധിപ്പിക്കാതെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. പോലീസ് കാരണം ബോധിപ്പിച്ചതോടെ ഗോവിന്ദപിള്ളയ്ക്ക് തോൽക്കേണ്ടി വന്നു. എങ്കിലും അനിതയെ അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോയതും ഗോവിന്ദപിള്ള അലറി. ഇത് ചതിയാണ്. എന്നെയും കുടുംബത്തെയും ആരോ ചതിച്ചതാണ്. നോക്കിക്കോ, ഞാനിത് വെറുതെ വിടില്ല. അപ്പോൾ തന്നെ ജാമ്യത്തിനുള്ള ശ്രമമായി ഗോവിന്ദപിള്ള. എന്നാൽ അനിതയിൽ അത്തരത്തിലുള്ള യാതൊരു പ്രകോപനങ്ങളും ദൃശ്യമായില്ല. അവൾ ഏറെക്കുറെ ശാന്തയായിരുന്നു. പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതായ കടമ നിനക്കില്ല. കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിച്ചാൽ മതിയാവും. പോലീസ് സാന്നിധ്യത്തിൽ വെച്ച് തന്നെ ഗോവിന്ദപിള്ള മകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഗോവിന്ദപിള്ളയുടെ സംസാരത്തിൽ നിന്ന് തന്നെ എല്ലാം അയാൾക്കും കൂടി അറിയാവുന്നതാണെന്ന് വ്യക്തമായിരുന്നു. കോടതിയിലെത്തിയാൽ താൻ ജയിച്ചു എന്നൊരു ഭാവമായിരുന്നു ഗോവിന്ദപിള്ളയ്ക്ക്. അനിതയെ രക്ഷിക്കാനുള്ള പഴുതുകൾ മണിക്കൂറുകൾക്കുള്ളിൽ ഗോവിന്ദപിള്ള കണ്ടുപിടിച്ചിരിക്കും. മുഹൂർത്തത്തിന് മുമ്പേ മകളെ ജാമ്യത്തിലിറക്കുക, നിശ്ചയിക്കപ്പെട്ട മുഹൂർത്തത്തിന് തന്നെ കല്യാണം നടത്തുക, അതായിരുന്നു ഗോവിന്ദപിള്ളയുടെ ലക്ഷ്യം. അത് ഊഹിക്കാൻ കഴിഞ്ഞിരുന്നതുകൊണ്ട് കോടതിയിലെത്തും മുമ്പേ കിട്ടാവുന്നതൊക്കെ അനിതയിൽ നിന്ന് പിഴിഞ്ഞെടുക്കാനായിരുന്നു പോലീസിൻ്റെ ശ്രമം. ശ്യാം സുന്ദർ കൊലപാതകവുമായി അനിതയ്ക്ക് ബന്ധമുണ്ടാകാമെന്നല്ലാതെ അവളാണ് അയാളെ കൊന്നതെന്ന് സംശയിക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. കാഴ്ചയ്ക്കൊരു സാധു പെൺകുട്ടി, കുലീനമായ സംസാരവും പെരുമാറ്റവും. അവൾ എങ്ങനെ ശ്യാം സുന്ദറിൻ്റെ വലയിൽ വീണു? അതറിയാനായിരുന്നു പോലീസിന് ധൃതി. കൊല്ലപ്പെട്ട ശ്യാം സുന്ദറും മിസ് അനിതയുമായുള്ള ബന്ധം അതറിയാതെയാണോ എന്നെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നത്? തിരികെ കൊത്തുന്നത് പോലെയുള്ള മറുചോദ്യം. കാണുന്നത് പോലെ ഒരു പാവമല്ല അനിതയെന്ന് അതോടെ പോലീസിന് ബോധ്യമായി. ഞങ്ങളുടെ അറിവുകൾ അന്യരിൽ നിന്നുള്ള കേട്ടറിവുകളാണ്. എന്നാൽ ഞങ്ങൾക്ക് ആവശ്യം നേരിട്ടുള്ള അറിവാണ്, ഇൻസ്പെക്ടർ പറഞ്ഞു. അച്ഛൻ്റെ നിർദ്ദേശം ഉണ്ടെങ്കിലും പോലീസിൻ്റെ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാമെന്ന് അനിത തൽക്കാലം ആശിക്കണ്ട. നിങ്ങളെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. എല്ലാം അറിയാമെങ്കിലും നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ ഞങ്ങൾക്കത് കിട്ടണം. ഏതാനും നിമിഷത്തെ മൗനത്തിന് ശേഷം അനിത ഇൻസ്പെക്ടറെ നോക്കി. ഞാനും ശ്യാം സുന്ദറും തമ്മിലുണ്ടായിരുന്ന ബന്ധമാണോ നിങ്ങൾക്കറിയേണ്ടത്? ആദ്യം അത്, പിന്നെ മറ്റു പലതും.
ഞങ്ങളുടേത് വളരെ നല്ല ബന്ധമായിരുന്നു. നല്ല ബന്ധമെന്ന് പറഞ്ഞാൽ നല്ല ബന്ധം തന്നെ. അനിത പുഞ്ചിരിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർക്ക് ക്ഷമ കെട്ടു. അച്ഛൻ്റെ സാന്നിധ്യത്തിൽ കോടതിയിൽ വെച്ച് പറഞ്ഞാൽ മതി ഇതൊക്കെ. പോലീസിൻ്റെ അടുത്ത് കളിയെടുക്കരുത്. ഇൻസ്പെക്ടറിൻ്റെ ശബ്ദവും മാറിയിരുന്നു. അതോടെ അനിതയ്ക്ക് തെല്ല് പാകത വന്നു. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. സുഹൃത്തുക്കൾ മാത്രം? പോലീസിൻ്റെ സ്വകാര്യ ഡയറിയിലേക്കാണെങ്കിൽ ഉള്ളത് പറയാം. ഞങ്ങൾ പ്രേമമായിരുന്നു. പക്ഷേ ഇതൊന്നും പത്രത്തിൽ കൊടുക്കരുത്. നാളെ എൻ്റെ വിവാഹം നടക്കാൻ പോവുകയാണ്. വിവാഹകാര്യം വിട്. ഇപ്പോൾ നിങ്ങൾ പോലീസ് കസ്റ്റഡിയിലാണ്. കൂടുതൽ ബലം പ്രയോഗിച്ചാൽ ഞാൻ ഒരക്ഷരം പറയില്ല. അനിത ചുണ്ടുകൾ കടിച്ചു പിടിച്ചിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടർ ചാടി എണീറ്റു. മുഖമടച്ച് ഒരടി കൊടുത്തു. അനിത പ്രതീക്ഷിച്ചതേയല്ലാതെ അവൾ ചുരുണ്ടു ഓടിപ്പോയി. മതിയായില്ലെങ്കിൽ ഇനിയും തരാം. ഒരക്ഷരമല്ല, മുഴുവനും നിന്നെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കുകയും ചെയ്യും. പറയിപ്പിക്കാനായി ബന്ധപ്പെടണ്ട, അനിത അറിയിച്ചു. അവളുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. ഞാൻ താനേ പറയാം. ഞാനാണ് ശ്യാംസുന്ദരെ കൊന്നത്. ഉടഞ്ഞ മദ്യക്കുപ്പി കഴുത്തിൽ കുത്തി ഇറക്കി. മറ്റാരെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി നീ കള്ളം പറയുകയല്ലോ? ഏതാനും നിമിഷങ്ങൾ സ്തംഭിച്ചിരുന്ന ശേഷം CI അനിതയോട് ചോദിച്ചു. മറ്റാരെയും രക്ഷിക്കേണ്ട ബാധ്യത എനിക്കില്ല. എന്തെങ്കിലുമൊക്കെ കള്ളങ്ങൾ പറഞ്ഞ് എന്നെ രക്ഷിക്കാനാവുമോ എന്നാണ് ഞാൻ ഇതുവരെ ശ്രമിച്ചത്. പക്ഷേ സാധിച്ചില്ല. അനിത പൊട്ടിക്കരഞ്ഞു. ഇൻസ്പെക്ടർക്കറിയുമോ, നാളെ എൻ്റെ വിവാഹമാണ്. എൻ്റെ വീട്ടിൽ മുല്ലപ്പന്തൽ ഉയർന്നു കഴിഞ്ഞു. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി. വധുവിൻ്റെ അഭാവമേ അവിടെയുള്ളൂ. ഇല്ല, ഇനി അത് നടക്കില്ല. കൊലപാതകിയാകണമെന്നില്ല. കൊലക്കുറ്റത്തിന് സംശയിക്കപ്പെട്ടവളായാൽ മതി. അത്തരം ഒരുവളെ ഭാര്യയാക്കാൻ ഒരു പുരുഷനും തയ്യാറാവില്ല. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഓർത്ത് മാത്രമാണ് വ്യസനിക്കുന്നത്. എന്നെപ്പോലൊരു പെൺകുട്ടി മറ്റാരെ ഓർത്താണ് ഇപ്പോൾ വ്യസനിക്കേണ്ടത്? നിങ്ങൾ നിഷ്കരണം കൊന്നുകളഞ്ഞ ആ ചെറുപ്പക്കാരൻ, അവനും ഉണ്ടായിരുന്നല്ലോ ഇതുപോലെ കല്യാണ സങ്കല്പങ്ങൾ. ഇല്ല, ശ്യാംസുന്ദർ എന്ന വിചിത്ര ജന്തുവിന് അത്തരം യാതൊരു സങ്കല്പങ്ങളുമില്ല. എങ്കിൽ ശ്യാംസുന്ദറിനെ കൊലപാതകി എന്ന് പരസ്പരം തെറ്റിദ്ധരിപ്പിച്ച് ശത്രുക്കളായ, ഒടുവിൽ പോലീസ് കസ്റ്റഡിയിലായ ഗിരിധരനും ചോട്ടുവിനും അവരുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾക്കും അത്തരം സങ്കല്പങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അനിത മറുപടി പറഞ്ഞില്ല. റൊസാരിയോ സാഹിബിൻ്റെയും മാഗി മദാമയുടെയും പെൺകുട്ടികൾക്കും അത്തരം സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. എന്തിന്, ശിവാനന്ദൻ എന്ന ലോഡ്ജ് ഉടമയ്ക്ക് പോലും പല സങ്കല്പങ്ങളും ഉണ്ടായിരുന്നിരിക്കും. അതൊക്കെ തകർന്നു വീഴുന്നത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിവാഹ സങ്കല്പങ്ങളും താലോലിച്ച് സ്വന്തം വീട്ടിനുള്ളിൽ ഒളിച്ചിരുന്നു. നിങ്ങൾ ചെയ്ത തെറ്റിന് മറ്റുള്ളവർ ശിക്ഷിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, പരസ്പരം തെറ്റിദ്ധരിക്കപ്പെട്ട് കടിച്ചു കീറാനൊരുങ്ങി. അവരിൽ ആരെങ്കിലുമൊക്കെ കൊല്ലപ്പെടുകയോ ആത്മഹത്യ ചെയ്യുകയോ ചെയ്തിരുന്നെങ്കിൽ ശ്യാംസുന്ദറിൻ്റെ കൊലയ്ക്ക് പുറമേ ആകുമായിരുന്നു അത്. അനിതയുടെ മുഖം കുനിഞ്ഞുപോയി. കുറ്റം ചെയ്തിട്ട് ഒളിവിൽ കഴിയുന്നവർ പ്രത്യേകം ഓർക്കേണ്ട ഒരു വസ്തുതയാണത്. സ്വന്തം കുറ്റം അന്യരെ ചുമപ്പിക്കുമ്പോൾ ആ കുറ്റവാളികൾ മാപ്പ് എന്ന വാക്ക് പറയാൻ പോലും അർഹരല്ലായി തീരുകയാണ്. അനിത മെല്ലെ ഏങ്ങലടിക്കാൻ ആരംഭിച്ചു. കരയരുത്. CIയുടെ സ്വയം ദയാരഹിതമായിരുന്നു. പിശാചുക്കളുടെ കരച്ചിൽ കണ്ടാലും ചിലരൊക്കെ അലിയും, പക്ഷേ ഞാൻ അലിയില്ല. അനിത പെട്ടെന്ന് കണ്ണീർ തുടച്ച് മുഖമുയർത്തി CI നോക്കി. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? CI ചോദിച്ചു. കുറ്റം ചെയ്തിട്ട് ഒളിവിൽ കഴിഞ്ഞത് എനിക്ക് വേണ്ടി ആയിരുന്നില്ല, പിന്നെ എൻ്റെ കുടുംബത്തിനു വേണ്ടി, എൻ്റെ അച്ഛൻ്റെ മാനം സംരക്ഷിക്കുന്നതിനു വേണ്ടി. ഒരു പരിധിവരെ ഞാൻ വീട്ടുതടങ്കലിലായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. സ്വന്തം കുടുംബത്തിൻ്റെയോ അച്ഛൻ്റെയോ മാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ ക്രൂശിച്ചുവെന്ന് പറയുന്നത് ഒട്ടും ന്യായമാവുന്നില്ല. ന്യായമാണെന്ന് ഞാനും കരുതുന്നില്ല. പക്ഷേ വീട്ടിൽ നിന്നും പുറത്തു വരാനോ കോടതിയിലെത്തി സത്യം വിളിച്ചു പറയാനോ എനിക്ക് കഴിയുമായിരുന്നില്ല. ഞങ്ങൾ പോലീസുകാർ നിങ്ങളെ പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് സത്യം പറയാൻ നിങ്ങൾ വളരെയധികം സമയമെടുത്തല്ലോ. നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോഴേക്കും ഞാൻ ആ സത്യത്തെ ഭയന്നു തുടങ്ങിയിരുന്നു. ആകട്ടെ, എങ്ങനെയാണത് സംഭവിച്ചത്? ഞാൻ അവനെ സ്നേഹിച്ചു പോയി. ഇൻസ്പെക്ടറുടെ കണ്ണുകൾ വിസ്മയത്താൽ വിടർന്നു. സ്നേഹം കൊണ്ടാണോ അനിത ശ്യാംസുന്ദരെ കൊന്നത്? സ്നേഹമായിരുന്നു തുടക്കം. പക്ഷേ സ്നേഹിക്കപ്പെടാൻ യോഗ്യനല്ല അവനെന്ന് പിന്നീട് എനിക്ക് ബോധ്യമായി. കേൾക്കട്ടെ. കഥ കേൾക്കാൻ തയ്യാറെടുത്തെന്ന വണ്ണം ഇൻസ്പെക്ടർ ഇരുന്നു. സത്യത്തിൽ കുറ്റം എൻ്റേതായിരുന്നു. ഞാൻ അവനിലേക്ക് ആകർഷിക്കപ്പെടുകയായിരുന്നു. അനിത ഒന്ന് നിർത്തി ഇൻസ്പെക്ടറെ നോക്കി. തുടർന്നോളൂ എന്ന് ഇൻസ്പെക്ടർ ആംഗ്യം കാട്ടി. സത്യത്തിൽ കുറ്റം എൻ്റേതായിരുന്നു. ഞാൻ അവനിലേക്ക് ആകർഷിക്കപ്പെടുകയായിരുന്നു. അനിത ഒന്ന് നിർത്തി ഇൻസ്പെക്ടറെ നോക്കി. തുടർന്നോളൂ എന്ന് ഇൻസ്പെക്ടർ ആംഗ്യം കാട്ടി.
ഞാനപ്പോൾ കോളേജിൽ 2ാം വർഷം. എൻ്റെ സ്നേഹിത നിർമ്മലയായിരുന്നു അവനെ എനിക്ക് പരിചയപ്പെടുത്തിയത്. കസിനാണെന്നാണ് അവൾ പറഞ്ഞത്. നിർമ്മല നല്ല കുടുംബത്തിൽ നിന്ന് വന്നവളായിരുന്നതുകൊണ്ടാണ് അവളുടെ മേൽവിലാസിൽ തന്നെയാണ് അവനെയും കണ്ടത്. അങ്ങനെ നിങ്ങൾ പ്രേമത്തിലായി? അതെ, കോളേജ് കുട്ടികളുടെ ഒരുതരം സാധാരണ പ്രേമം. ശ്യാം സുന്ദർ സുന്ദരനായിരുന്നു, ഒരുവിധം പാടുകയും ചെയ്യും. ആ ഭംഗിയുള്ള പുത്തൻ ബൈക്ക് കൂടി ചേർന്നപ്പോൾ അവൻ്റെ കമ്പനിയിൽ മൂവ് ചെയ്യുന്നത് കൂട്ടുകാരുടെ കണ്ണിൽ വിസ്മയവും അസൂയയും സൃഷ്ടിക്കാൻ പോകുന്ന കാര്യമായി. പ്രേമമെന്ന് പറയുമ്പോൾ അതിൽ പലതും പെടുമല്ലോ.